സൗണ്ട് കുറച്ച്, അതുപോലെ വെടിമരുന്നിൻ്റെ ഉപയോഗം കുറച്ച്, അതിനെക്കുറിച്ചെല്ലാം നോക്കും. പിന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ദേവസ്വങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ തന്നെ വലിയ ദേവസ്വമാണല്ലോ വെടിക്കെട്ടുകൾ നടത്തുന്നത്. അവരില്ല അപകടത്തിൽപ്പെട്ട വെടിക്കെട്ടുകാരുടെ ദേവസ്വക്കാരെ കേൾക്കും. അങ്ങനെ ദേവസ്വം ബോർഡുകൾ, അതുപോലെ മതസ്ഥാപനങ്ങൾ, വെടിക്കെട്ട് നടത്തുന്ന മതസ്ഥാപനങ്ങൾ, എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. അപ്പം പൊതുവെ സ്വീകാര്യമായ ഒരു തീരുമാനങ്ങളായിരിക്കും കമ്മീഷൻ എടുക്കുന്നത്. അതേസമയത്ത് സാങ്കേതികമായിട്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് സർക്കാരിൽ സമർപ്പിക്കും. എത്ര നാളുകൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കാമെന്ന് കരുതുന്നുണ്ട്? അതുപോലെ തന്നെ തൃശ്ശൂർ സാധാരണ ഒരു കമ്മീഷനൊക്കെ, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കോടതി പോലെ തന്നെ നോട്ടീസ് അയച്ച് കേൾക്കാനും വിസ്തരിക്കാനുള്ള അധികാരങ്ങളെല്ലാം ഉണ്ട്. ഗവൺമെൻറ് സാധാരണ ഒരു 6 മാസം സമയമാണ് തരുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന 6 മാസമാണ്. 6 മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ ഒക്കുമായിരിക്കും. അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തൃശ്ശൂർ വരേണ്ടി വരുമായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഈ അപകടത്തിൽപ്പെട്ടുന്നവരെ കണ്ട് ഇതിലെ ദൃക്സാക്ഷികൾ, ഇവിടെ ജോലി തരുന്നവർ, അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള എൻ്റെ പ്രധാനമായിട്ടുള്ള. ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഭാഗ്യദോഷം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഏറ്റവും സുപ്രധാന തെളിവ് കിട്ടേണ്ടത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. അവരൊക്കെ പലരും എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ 2 പേരായിട്ട് സംസാരിച്ചു. ഒരാൾ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഒന്നും അയക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അതിലൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ ജോലി ചെയ്യാൻ വന്നു എന്നല്ലാതെ അവർക്കൊന്നും എന്നാ സംഭവിച്ചതെന്ന് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, ഒരു സ്പാർക്ക് ഉണ്ടായതായിട്ട് കേട്ടതായിട്ട് ആരോ പോലീസിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കമ്മീഷൻ സൂചിപ്പിച്ചു. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ആ ആളെ കണ്ടിട്ടില്ല, ആളോട് തന്നെ ചോദിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടൊന്നും വെച്ച് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാൻ നോക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാം ഈ പരിക്ക് പറ്റി ആശുപത്രി കിടന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയവരുണ്ട്. അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. പിന്നെ ദേവസ്വമില്ലേ, ദേവസ്വത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ദേവസ്വം മാനേജ്മെൻറ്റിന് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ അവരെയും കേൾക്കും. അല്ല, ഈ സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൈറ്റിൽ എന്താ കാണാതിരിക്കണേ? മിസ്സിംഗ് ആയിട്ടുള്ളവരൊന്നും ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ കളക്ടറും പോലീസ് കമ്മീഷൻ പറയണത്. 43 പേരാണ് മാക്സിമം കേട്ടിട്ടുള്ളത്. അതിൽ സർവേ ചെയ്യണവരൊഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം ഡെഡ് ബോഡി പാർട്സ് DNA ടെസ്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇനിയൊരു സെർച്ചിൻ്റെ ആവശ്യമില്ല. ബോഡി പാർട്സോ കിട്ടി, അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ആൾ കിട്ടി ശിക്ഷിച്ചു. അപ്പോൾ എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്തു, എല്ലാവരെയും കിട്ടി. അതാണ് സ്ഥിതി. ഈ ആളുകളെ കണ്ട് മൊഴി രേഖപ്പെടുത്തുന്നതിനപ്പുറത്ത് ശാസ്ത്രീയ വശങ്ങൾ കൂടി തീർച്ചയായിട്ടും ശാസ്ത്രീയ വശങ്ങളിൽ ഞാൻ വെടിക്കെട്ടുകാരുടെ ഒരു അഭിപ്രായം ചോദിക്കും. അതിന് ആർക്കും വേണ്ട അഭിപ്രായം പറയാം കമ്മീഷനിൽ. അപ്പം സാങ്കേതികമായിട്ട് എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർമാർ, ഫയർഫോഴ്സ്, പോലീസ്, അതുപോലെ ഇതിനൊക്കെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇതുപോലെ ഒരു വളരെ മോശം കെട്ടിടങ്ങളിൽ, ലൈസൻസുള്ള കെട്ടിടങ്ങളാണെന്ന് പറയുന്നത് 3 ചെറിയ കെട്ടിടങ്ങളാണ്. 3 ചെറിയ കെട്ടിടങ്ങളിൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല. 40 പേർക്ക് 43 പേർക്ക് ഇരിക്കാൻ സൗകര്യമില്ല. അപ്പോൾ ചെറിയ ഷെഡുകളെല്ലാം അവിടെ കെട്ടി, അവിടെ എല്ലാം സ്റ്റോർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, വളരെ തീ പോലത്തെ ചൂടാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ അവിടെ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ അടക്കം മൊഴിയെടുത്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള നടപടികൾ. അദ്ദേഹം ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചത് വെടിക്കെട്ടുപുരയിൽ ഇത്രയും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.